ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറിയ മാജിക്കിൻ്റെ ബാക്കി കാണാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഏകദേശം 1 മാസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസൊന്നും ഇടാതിരുന്നതിൻ്റെ കാരണം എനിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ആച്ചിയും കരണും കൂടെ ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട പയ്യാണെങ്കിൽ അവിടെ നിന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്, അവളെ പിന്നാലെ ആച്ചിയും അതുപോലെ മറ്റുള്ളവരൊക്കെ ഓടുന്നതായിട്ടാണ്. അങ്ങനെ ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് പയ്യുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ആ സമയത്താണ് ആച്ചിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, പൈക്ക് അവനോട് ക്രഷ് ഉണ്ടെന്ന് അവൻ വെറുതെ തെറ്റിദ്ധരിച്ചത് മാത്രമാണെന്ന്. കാരണം അവൾ തന്നെ ഇത്രയും കാലം ആച്ചിയെയും കരണയെയും ഒരു കപ്പിളായിട്ട് അവളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഇവരെ ക്യൂട്ട് മൊമെന്റ് കണ്ടപ്പോഴത്തേക്കും അവൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെയാണ് അവൾ അവിടെ നിന്ന് ഓടിയത്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ആച്ചി പെട്ടെന്ന് അവളെ ഫോണിലെ വാൾപേപ്പർ ശ്രദ്ധിക്കുന്നത്. അത് അവരുടെ രണ്ടുപേരുടെ ഫോട്ടോ ആയിരുന്നു. ആച്ചി പെട്ടെന്ന് അവളെ ഫോൺ വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ നിലവിളിച്ച് ഓടിയതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ എന്നെ ഒരു ഉറുമ്പ് കടിച്ചു, അതാണ് ഓടിയത്. പിന്നെ ഈ ഫോട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ട് തോന്നി, അതാ വാൾപേപ്പർ ആക്കിയത്. അത് മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയത്ത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ആച്ചിക്ക് സന്തോഷമാകുന്നുണ്ട്. അതേസമയം അവൻ മനസ്സിൽ പറയുന്നുണ്ട്, ഓ എനിക്ക് സമാധാനമായി, കാരണം ഇനി അവളെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യുന്നു എന്നൊരു വറി എനിക്ക് വേണ്ടല്ലോ എന്ന്. എന്നിട്ട് അവനാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, ഫോട്ടോ നന്നായിട്ടുണ്ട്, നീ ഒരു നല്ല ഫോട്ടോഗ്രാഫറാണെന്ന്. ഈ സമയത്ത് തന്നെ അവിടേക്ക് ഡൂജ് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തിനാ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടിയെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് വെറുതെ ഫണ്ണായിട്ട് ചെയ്തതാ, വേറൊന്നും ഇല്ലെന്ന്. ഈ സമയത്ത് അന്ന് കരണ്ട കൂടെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലായിരുന്നു. ആ പെണ്ണ് അവിടേക്ക് വരികയാണ്. ഇത് കണ്ടുടനെ ആച്ചിയുടെ ബോധം പോവുകയാണ്. പിന്നെ ആച്ചി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ കിടക്കുന്നു. അവനാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനെങ്ങനെയാണ് ഇവിടെ വന്നേന്ന്. അങ്ങനെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും അവിടെ കരൺ നിൽക്കുന്നത് കാണുന്നു. അപ്പോൾ കരണാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, ഓ നീ എണീറ്റോ എന്ന്. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ പുറമൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, സോറി ആച്ചി, നിന്നെ ഒരുപാട് വർക്ക് ചെയ്യിപ്പിച്ചതിനെന്ന്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് എന്നെ ആച്ചി ചെന്ന് നോക്കുമ്പോഴത്തേക്കും കരണ്ട് കൂടെ എന്ന് കണ്ട ആ പെണ്ണില്ലേ, അവളാണ്. ആച്ചിയാണെങ്കിൽ ഗേറ്റ് തുറക്കുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരു കവർ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് എന്നെ അകത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ആച്ചിയുടെ വീട് അത്ര ചെറുതൊന്നും അല്ല, ഇത് കരണ്ട് കുറച്ച് നാൾ താമസിക്കാനായിട്ട് പെർഫെക്റ്റ് ആയ സ്ഥലം തന്നെയാണ്. ആച്ചി അവനിവിടെ കുറച്ച് നാൾ താമസിച്ചോട്ടെ എന്ന്. ഇവൾ പറയുന്നതൊന്നും തന്നെ ആച്ചിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ പറയണ്, അത് പിന്നെ എനിക്ക് കുറച്ച് നാളത്തേക്ക് അവൻ്റെ കോണ്ടോ വേണമെന്ന്. ഇത് കേട്ട അവൻ പറയുന്നുണ്ട്, നീ എൻ്റെ ചേച്ചിയൊക്കെ തന്നെ, പക്ഷേ ഇതൊന്നും പറ്റില്ലെന്ന്. ഈ സമയത്താണെങ്കിൽ ആച്ചി ഷോക്കായി പോകുന്നുണ്ട്. കാരണം അത് കരൻ്റെ ചേച്ചിയായിരുന്നു, അല്ലാതെ ലവറൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവൾ കരണിനോട് പറയണ്, ഡേ ഒരു പക്ഷേ അമ്മയാണ് ഞാൻ ബോയ് ഫ്രണ്ടുമായിട്ട് വീണ്ടും ബ്രേക്കപ്പ് ആയെന്ന് കണ്ടുപിടിച്ചാൽ എല്ലാം തീർന്നു. അതുകൊണ്ട് നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക, അവൻ എന്നെ തിരിച്ച് വിളിച്ചാൽ ഉടനെ അവിടെ നിന്നും പൊക്കിയോളാം എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ആച്ചിയോട് പറയുന്നുണ്ട്, നിനക്കിത് കേൾക്കുമ്പോൾ ഞാൻ സെൽഫിഷ് ആണെന്ന് തോന്നും, ആക്ച്വലി അങ്ങനെയൊന്നുമല്ല, ഞാൻ നിന്നെക്കുറിച്ചും വറീഡാണ്. കാരണം ഇപ്പം നിനക്ക് വയ്യാതിരിക്കുകയില്ലേ, അപ്പോൾ നിന്നെ ആരെങ്കിലും കെയർ ചെയ്യണ്ടേ, കരൺ നിന്നെ നല്ലതുപോലെ നോക്കും, ഇതിലൂടെ എല്ലാവർക്കും ബെനിഫിറ്റേ വരുവോളെന്ന് കരണിനെ നോക്കി അവൾ പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ, പിന്നെ താങ്ക് യു ആച്ചി അവനെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചതിനെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവരെ ഒന്നും തിരിച്ച് സംസാരിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആച്ചിയാണെങ്കിൽ മനസ്സിൽ പറയാണ്, അയ്യോ അതിനർത്ഥം കരൺ എൻ്റെ വീട്ടിലേക്ക് മൂവ് ചെയ്യുകയാണോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഷോക്കായിട്ടിരിക്കുകയാണ്. ഈ സമയം കരണിനാണെങ്കിൽ നല്ല സന്തോഷമുണ്ട്, അവൻ്റെ മുഖം കാണുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത സീനിൽ രാത്രി ആയതുപോലെയാണ് കാണിക്കുന്നത്. കരണാണെങ്കിൽ ആച്ചിയോട് പറയുന്നുണ്ട്, സോറി ആച്ചി, എൻ്റെ ചേച്ചീനെ കാരണം നീ ട്രബിളിലായതിന് ഞാൻ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യാമെന്നും അവൻ പറയണ്. അത് കേൾക്കുന്ന ആച്ചി പറയുന്നുണ്ട്, എന്തായാലും ഒരുപാട് ഇരുട്ടി, ഇന്ന് നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ബെഡ് ശരിയാക്കാനായിട്ട് താഴേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തല ചുറ്റി വീഴാനായിട്ട് പോകുന്നു. അത് കണ്ട കരണാണെങ്കിൽ പെട്ടെന്ന് അവനെ വീഴാതെ പിടിച്ചിട്ട് താഴെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അവനാണെങ്കിൽ പനി കൂടിയിട്ടാണ് തല കറങ്ങി വീണത്. അങ്ങനെ കരണാണെങ്കിൽ കുറച്ച് നേരം ആച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് കരൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പോകാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ആച്ചി കാണുന്നത് കരൺ അവൻ്റെ അടുത്തിരുന്ന് ഉറങ്ങുന്നതായിട്ടാണ്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, ഒരു രാത്രി മുഴുവൻ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങുകയായിരുന്നോ എന്ന്. ഈ സമയം തന്നെ കരൺ എണീറ്റിട്ട് ഇവന് പനി കുറവുണ്ടോ എന്ന് നോക്കിയാണ്. അപ്പോൾ അവന് പനി കുറവുണ്ട്. അങ്ങനെ കരണാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനോ അതുപോലെ മെഡിസിനും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആച്ചിക്കാണെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. അങ്ങനെ വയ്യാതിരുന്നിട്ട് അവനാണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത്
ആച്ചിയുടെ ആൻറ്റി അവനെ വിളിച്ചിട്ട് കഴിക്കാൻ എന്തോ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ സമയം കരണിനെ കണ്ടിട്ട് ആൻറ്റി ചോദിക്കുന്നുണ്ട്, അല്ല ഇതാരാ, നിന്റെ ഫ്രണ്ടാണോ എന്ന്. അത് കേട്ട ആച്ചി പറയുന്നു, ഇത് കരൺ എൻ്റെ കോവർക്കറാണെന്ന്. ഇത് കേട്ട ആൻറ്റി ആണെങ്കിൽ ആച്ചി ഇറസ്പോൺസിബിൾ ആണെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് പിന്നെ സംസാരിക്കുന്നത്. അത് കേട്ട കരൺ പറയുന്നുണ്ട്, ആൻറ്റി തെറ്റിദ്ധരിച്ചത് മാത്രമാണ്, ആച്ചി അങ്ങനെ ഇറസ്പോൺസിബിൾ ഒന്നും അല്ല, അവൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, അതുപോലെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ആൻറ്റിക്ക് ഒരു കാര്യം അറിയാമോ, ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള കമ്പനി പ്രോജക്റ്റിൻ്റെ ഐഡിയ തന്നെ തന്നത് ആച്ചിയാണെന്ന്. അത് കേട്ട ആൻറ്റി ഷോക്കായിട്ട് അവനോട് ചോദിക്കുകയാണ്, ആച്ചി ഇതൊക്കെ സത്യമാണോ, നീ എന്താ എന്നോട് ഇതിനു മുമ്പ് ഇതൊന്നും പറയാതിരുന്നേന്ന്. അപ്പോൾ കരൺ പറയുന്നുണ്ട്, അത് പിന്നെ ആച്ചി ഒരു ഹമ്പിൾ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ ക്രെഡിറ്റും അവനങ്ങനെ ഏറ്റെടുക്കാറില്ലെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയെ പുകഴ്ത്തുന്ന രീതിയിൽ കരൺ പറയുകയാണ്. എനിക്ക് തോന്നുന്നത് ആച്ചി ഇത്രയും നല്ലതായത് ആൻറ്റിയെ കാരണമാണെന്ന്. ഇത് കേട്ട ആൻറ്റി ആണെങ്കിൽ പെട്ടെന്ന് സന്തോഷമായിട്ട് ആച്ചിയോട് പറയുന്നുണ്ട്, ആച്ചി നിനക്കൊരു നല്ല ഫ്രണ്ടിനെയാണ് കിട്ടിയിരിക്കുന്നത്, നീ നല്ലതുപോലെ തന്നെ അവനെ കെയർ ചെയ്യണേ എന്ന്. അങ്ങനെ ആൻറ്റിയോട് ബൈ പറഞ്ഞിട്ട് അവനും അതുപോലെ കരണും കൂടി ബോട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ബോട്ടിലൂടെ പോകുന്ന സമയത്ത് കരണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ മനസ്സിൽ പാട്ട് പാടുകയാണ്. ഇതൊക്കെ ആച്ചി കേൾക്കുന്നുമുണ്ട്. അപ്പോൾ കരൺ പറയാണ്, ഓ ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിലൂടെ സഞ്ചരിക്കുന്നത്, ഇത് നന്നായിട്ടുണ്ടെന്ന്. അത് കേട്ട ആച്ചി പറയാണ്, എന്നും വന്നാൽ അങ്ങനെ തോന്നില്ലെന്ന്. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ആച്ചിയുടെ മുഖത്തേക്ക് വെള്ളം വീഴുന്നത്. അങ്ങനെ അവൻ പെട്ടെന്നാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നത് കരണിൻ്റെ കണ്ണിലേക്കാണ്. അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം കണ്ണും നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ഷൈ ആയിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. കരണിനാണെങ്കിൽ ആച്ചിയോടൊപ്പം ആദ്യമായിട്ട് ബോട്ടിൽ യാത്ര ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആച്ചിയോട് ചോദിക്കാനായിട്ട് മടിയും. ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയ ആച്ചിയാണെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് എടുത്തിട്ട് ഒരു ചെറിയ ബോട്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കി കരണിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, കരൺ ഇത് നമ്മുടെ ഫസ്റ്റ് ബോട്ട് യാത്രയുടെ ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന്. അത് കണ്ട അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ അത് വാങ്ങിയാണ്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ആച്ചിയാണെങ്കിൽ കരണിന് കഴിക്കാനായിട്ട് ഒരു ഫുഡ് വാങ്ങി കൊടുക്കുന്നുണ്ട്. കരണിനാണെങ്കിൽ അത് ഇഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ആച്ചി പറയാണ്, ഇത് ഞാൻ സീക്രട്ടായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്, യൂഷ്വലി ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും പറയാറില്ലെന്ന്. അത് കേട്ട കരനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, അപ്പം താൻ ആച്ചിക്ക് എന്തായാലും സ്പെഷ്യലായിട്ടുള്ള ഒരാളാണെന്ന്. അതൊക്കെ കേട്ട ആച്ചിയാണെങ്കിൽ കരനോട് പറയാണ്, പിന്നെ നിനക്കെൻ്റെ വീട്ടിൽ താമസിക്കുക, നിൻ്റെ സിസ്റ്ററിനെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളെന്ന്. അത് കേട്ട കരനാണെങ്കിൽ അവനോട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മേരീഡ് കപ്പിളാണെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഇമാജിൻ ചെയ്യാണ്. അടുത്ത സീനിൽ ചിന്തയാണെങ്കിൽ മിന്നിൻ്റെ പ്രാക്ടീസ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് പോയി നോക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്നത് മിന്നായിരുന്നു. മിന്നിനെ കണ്ട ചിന്തയാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, അയ്യോ ഞാൻ മിന്നിൻ്റെ പാട്ട് സീക്രട്ടായിട്ട് കേൾക്കുന്നത് അവൻ കേട്ട് കാണോ എന്ന്. അതേ ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിന്തയാണെങ്കിൽ താൻ ഭയങ്കര ബിസിയാണെന്നുള്ള രീതിയിലാണ് പിന്നീട് മിന്നിനോട് സംസാരിക്കുന്നത്. അത് കേട്ട മിന്നാണെങ്കിൽ ഒരു നിരാശയോടുകൂടി തന്നെ അവൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന സാധനം കൊടുക്കുകയാണ്. അങ്ങനെ സൈൻ ചെയ്യുന്ന സമയത്താണ് മിന്നു പറയുന്നതൊക്കെ ചിന്ത കേൾക്കുന്നത്. മിന്നിനാണെങ്കിൽ ചിന്തയെ അവൻ്റെ പ്രാക്ടീസ് കാണാനായിട്ട് വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവനിപ്പോൾ ടൈമില്ലെന്നല്ലേ പറയുന്നത്, അപ്പം വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ സാധനം കൊടുത്തിട്ട് പോയതിന് ശേഷം ചിന്തയാണെങ്കിൽ ദേഷ്യം വന്ന്, അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന രീതിയിൽ അവൻ്റെ കയ്യിരുന്ന ബോക്സ് എടുത്ത് അവൻ്റെ തലയിൽ അടിക്കുകയാണ്. അടുത്ത സീനിൽ കരനാണെങ്കിൽ ആച്ചിയോട് ചോദിക്കുന്നു, ആച്ചി വർക്ക് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന്. അത് കേട്ട ആച്ചിക്കാണെങ്കിൽ ഇവൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാനായിട്ട് എന്തോ കുറച്ച് ടെൻഷനുണ്ട്. കാരണം അവനാണെങ്കിൽ രാവിലെ തന്നെ മാരീഡ് കപ്പിളിനെ പോലെയൊക്കെ ഇമാജിൻ ചെയ്തില്ലേ, അതിൻ്റെ പേടിയാണ്. എന്നാലും അവനാണെങ്കിൽ ആ ശരിയെന്ന് പറഞ്ഞിട്ട് പറയുന്നു, പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ബോസ് പോയി കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളെന്ന്. അത് കേട്ട കാരനാണെങ്കിൽ ആ ശരിയെന്ന് പറയാണ്. ആച്ചിങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ താഴേക്ക് ബോസ് ഇറങ്ങി വരികയാണ്. അവനാണെങ്കിൽ ഒരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെ അത് കണ്ട കാരനാണെങ്കിൽ ആച്ചിയെ പോകാനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ മടിയോടുകൂടി തന്നെ അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ അവർ ലിഫ്റ്റിനടുത്തേക്ക് വരുമ്പോൾ റോക്കിനെ കാണുന്നു. റോക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒന്ന് നേരത്തെ പോകാനായിട്ട് ഇറങ്ങിയോ, ഞാൻ ഇതുവരെയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ടില്ലെന്ന്. അത് കേട്ട കരൺ പറയുന്നു, അത് പിന്നെ ഞാനിപ്പോൾ ആച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. അത് കേട്ട റോക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ആച്ചി നീ നിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കാത്തതെന്ന്. ഇതാണ് അവസരമെന്ന് തോന്നിയ ആച്ചിയാണെങ്കിൽ റോക്കിനെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ഇത് കേട്ട കരൻ്റെ എക്സ്പ്രഷനൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. അവനാണെങ്കിൽ റോക്ക് വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും തടയണമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. പക്ഷേ കരൺ പറയുന്നതൊന്നും തന്നെ വലിയ കാര്യമാക്കാതെ ആച്ചിയാണെങ്കിൽ റോക്കിനോട് വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് വരാൻ തന്നെ പറയാണ്. അത് കേട്ട് റോക്കാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അവരുടെ കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ്.
അവിടെ ചിന്തയാണെങ്കിൽ ഒളിച്ചിരുന്ന് മിന്നിൻ്റെ പ്രാക്ടീസ് വീഡിയോ എടുക്കുകയാണ്. മിന്നത് കണ്ടുകൊണ്ട് വന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ചിന്ത, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നീയല്ലേ പറഞ്ഞത് നീ ഭയങ്കര ബിസിയാണെന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ വിക്കി പറയുന്നുണ്ട്, അതേ ഞാൻ ബിസിയാണ്, ഞാനിപ്പോൾ ഐഡൽസിനെ കുറിച്ചുള്ള നോവൽ എഴുതുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനായിട്ടാണ് വന്നതെന്ന്. അത് കേട്ട അവൻ്റെ ഗ്രൂപ്പിലുള്ള ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്, ഓ റൈറ്ററോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കൂടെ ഡാൻസ് കളിക്കാൻ വാ എന്ന് അവനെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ അവനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇത് കേട്ട ചിന്തയാണെങ്കിൽ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഞാൻ എന്തായാലും കളിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോരുത്തരും വന്ന് കളിക്കുന്ന സ്റ്റെപ്പെല്ലാം കളിക്കുകയാണ്. പക്ഷെ അവസാനം വന്ന പയ്യൻ കളിക്കുന്നത് അവനെ കൊണ്ട് പറ്റുന്നില്ല. എന്നാലും എങ്ങനെയെങ്കിലും മിന്നിനെ ഇമ്പ്രസ് ചെയ്യണമെന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പറ്റുന്നത് പോലെയൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ കളിച്ച് അവസാനം തറയിലേക്ക് വന്ന് തലയിടിച്ച് വീഴുകയാണ്. അവിടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിക്കുന്ന സമയം റോക്ക് തയ്യാറാക്കിയ ഫുഡ് റോക്കാണെങ്കിൽ ആച്ചിക്ക് കൊടുക്കുന്നു. ആച്ചിക്കാണെങ്കിൽ അത് ഒത്തിരി ഇഷ്ടമാകുന്നത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ റോക്കിനോട് പറയുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ടെന്ന്. അത് കേട്ട് ജലസായ കാരനാണെങ്കിൽ റോക്ക് അവന് വേണ്ടി വീണ്ടും ഫുഡ് എടുക്കുന്നത് കണ്ടിട്ട് അവൻ തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് നൂഡിൽസ് തയ്യാറാക്കി കൊടുക്കുകയാണ്. ആച്ചിക്കാണെങ്കിൽ അത് നല്ലതുപോലെ ഇഷ്ടമാകുന്നുണ്ട്. അങ്ങനെ ആച്ചിയാണെങ്കിൽ കരൻ്റെ കയ്യിലേക്ക് തട്ടുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് കരൺ ജലസായിട്ടിരിക്കുകയാണെന്ന്. സമയം റോക്കാണെങ്കിൽ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ പാട്ട് കേട്ടിട്ട് ആ പാട്ട് കൂടെ പാടുകയാണ്. അത് കേട്ട് ആച്ചി ചോദിക്കുന്നുണ്ട്, ഓ നിനക്ക് പാട്ടൊക്കെ പാടാൻ നല്ലപോലെ അറിയാമല്ലേ എന്ന്. അപ്പോൾ റോക്ക് പറയുന്നു, ഓഫ് കോഴ്സ്, ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഒരു ബോയ് ബാൻഡിലെ മെമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ പറയുന്നുണ്ട് അവൻ ക്വിറ്റ് ചെയ്തു എന്നും. അത് കേട്ട് ആച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ നീ ക്വിറ്റ് ചെയ്തതെന്ന്. അത് കേട്ടുടനെ റോക്കാണെങ്കിൽ അത് പിന്നെ ഞങ്ങൾക്ക് ബോറായെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ആ വിഷയം മാറ്റുകയാണ്. പക്ഷെ ആച്ചി മൈൻഡ് റീഡിങ് പവർ കൊണ്ട് എന്താ കാര്യമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. റോക്ക് പറയാണ്, ആക്ച്വലി ഞങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണമെന്നില്ലായിരുന്നു, ഞങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഡെബ്യൂട്ട് ചെയ്തില്ല, അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത് ടൈം വേസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അടുത്ത സീനിൽ ആച്ചി വന്ന് നോക്കുമ്പോൾ റോക്ക് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആച്ചി അവന് ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് കരൻ്റെ അടുത്തേക്ക് പോയിട്ട് റോക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിൽ അവന് നല്ല വിഷമമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഈ സമയം പെട്ടെന്ന് കരനാണെങ്കിൽ ആച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് കുറച്ചു നേരം ഒന്നും പറയാതെ വിഷമിച്ച് നിൽക്കുന്നു. എന്നിട്ട് മനസ്സിൽ ഞാൻ എന്താ ആച്ചി മറ്റൊരാളെ പറ്റി വറീഡാകുമ്പോൾ അപ്സെറ്റ് ആകുന്നതെന്ന് പറഞ്ഞ് ആച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആച്ചിയാണെങ്കിൽ കരണെന്ന് വിളിക്കുന്നു. പെട്ടെന്ന് എന്നെ കൈവിട്ടിട്ട് സോറി പറഞ്ഞിട്ട് നേരെ ഒരുപാട് വൈകിയെന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ബോട്ടിൽ കയറുന്ന സമയത്ത് ആള് നിറഞ്ഞത് കൊണ്ട് തന്നെ കരനാണെങ്കിൽ ബോട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. ഇത് കണ്ട ആച്ചിയാണെങ്കിൽ റോക്കിനോട് വാ നമുക്ക് അടുത്ത ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എണീക്കുന്ന സമയത്ത് റോക്ക് അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറയുന്നു, എനിക്കിന്ന് പൈയുടെ കൂടെ ഒരു പ്രൊമോഷൻ വീഡിയോയുടെ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ലേറ്റ് ആകാൻ പറ്റില്ല, അതുപോലെ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നും ചോദിക്കുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കരൺ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ആദ്യം പൊയ്ക്കോ, എനിക്ക് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന്. കരൺ കള്ളം പറയുന്നതാണെന്ന് അവൻ്റെ മുഖം കണ്ടാലേ അറിയാം. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവർ ഓഫീസിലെത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ആച്ചി പോകുന്ന വഴി പൈ അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എല്ലാം ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ റൈറ്റർ അത് ക്യാൻസൽ ചെയ്തു, ഈ സമയത്ത് എവിടെ പോയി അയാൾക്ക് പകരം ഞാൻ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ഇതൊക്കെ കേട്ട ആച്ചിക്കാണെങ്കിൽ ചിന്തയാണ് ആ സമയത്ത് ഓർമ്മ വരുന്നത്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു റൈറ്ററിനെ വേണം, അത്രയല്ലേ ഉള്ളു, അയാൾ അത്ര ഫേമസ് ഒന്നും അല്ലെന്ന്. അത് കേട്ട് അവൾ പറയുന്നു, അതൊന്നും കുഴപ്പമില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ആ എന്നാൽ പിന്നെ ഞാനെല്ലാം ശരിയാക്കാമെന്ന്. അത് കേട്ട് അവളാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. ഈ സമയം അവരാണെങ്കിൽ അതുവഴി പോകുന്ന കരണിനെ കണ്ടിട്ട് കരണിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആച്ചി ചോദിക്കുന്നുണ്ട്, യാത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. അത് കേട്ടിട്ട് കരൺ പറയുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നീ വെറുതെ എന്നെക്കുറിച്ച് വറീഡാകണ്ടെന്ന്. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കരണിനോട് മാത്രമാണ് അവനൊരു കടയെ പറ്റി പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ആ കടയിൽ നിന്ന് റോക്കിനും അവൻ ഫുഡ് വാങ്ങി കൊടുത്തു എന്ന കാര്യം കരൺ അറിയുന്നു. ഇത് കേട്ട കരണിനാണെങ്കിൽ പെട്ടെന്ന് എന്തോ വിഷമമാകുന്നു. പക്ഷേ എന്നാലും അവനാണെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ ചിരിക്കുന്നത് പോലെ ആക്ട് ചെയ്യാണ്. അവിടെ ചിന്തയാണെങ്കിൽ ആച്ചി പറഞ്ഞത് പ്രകാരം ഓഫീസിലേക്ക് പോകാനായിട്ട് ഓരോ വണ്ടിക്കും കൈ കാണിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ നിർത്തുന്നില്ല. ഈ സമയം അവിടേക്ക് മിന്നി വന്നിട്ട്, ചിന്ത നീ എവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം ചിന്ത പറയുന്നു, അത് പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരു ആഡ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന്. അത് കേട്ട മിന്നു ചോദിക്കുന്നുണ്ട്, ഓ നീ ഇപ്പോൾ മോഡലിംഗ് ആണോ ചെയ്യുന്നതെന്ന്. അപ്പം അവൻ പറയുന്നു, മോഡലിംഗ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് പോവുകയാണെന്ന്. ഈ സമയം മിന്നാണെങ്കിൽ ചിന്തയുടെ മുടി നോക്കിയിട്ട് അവൻ്റെ മുടി ശരിയാക്കി കൊടുക്കുന്നു. ചിന്തയാണെങ്കിൽ നല്ല ബ്ലഷ് ആകുന്നുണ്ട്.
എന്നിട്ട് മിന്നു ചോദിക്കുന്നുണ്ട്, അല്ല എവിടെയാണ് നിൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസ്, എനിക്കിന്ന് വർക്കില്ല, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്ന്. അത് കേട്ട ചിന്ത ചോദിക്കുന്നുണ്ട്, ഷുവർ ആണോ എന്ന്. അപ്പം അത് കേട്ട മിന്നു ചോദിക്കുന്നു, എന്താ നിനക്കൊരു ഡെലിവറി ബോയുടെ ബൈക്കിൽ പോകാനായിട്ട് നാണക്കേടാണോ എന്ന്. അത് കേട്ട ചിന്ത പറയുന്നു, അങ്ങനെയൊന്നുമില്ല, നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അത്രയേ ഉള്ളെന്ന്. അത് കേട്ട മിന്നു പറയുന്നു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന്. അങ്ങനെ ചിന്തയാണെങ്കിൽ അവനോടൊപ്പം പോകാനായിട്ട് ബൈക്കിലേക്ക് കയറിയാണ്. അവിടെ ഓഫീസിൽ കാരനാണെങ്കിൽ ആച്ചിയോട് സംസാരിക്കാൻ വരുന്ന കറക്റ്റ് ടൈമിൽ തന്നെ ചിന്ത ആച്ചി എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഹഗ് ചെയ്യാണ്. ആച്ചിയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, താങ്ക്സ് ഇവിടേക്ക് വന്നതിനെന്ന്. അത് കേട്ട ചിന്തയാണെങ്കിൽ താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് കരണിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ കരണിനോട് ഹലോ കരൺ എന്ന് പറയുന്നു. അത് കേട്ട കരൺ ചോദിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ പേരറിയാമോ എന്ന്. അത് കേട്ട ചിന്ത പറയുന്നു, ഓഫ് കോഴ്സ് എനിക്കറിയാം, നിങ്ങളല്ലേ എന്ന് പറയുന്ന സമയത്ത് ആച്ചിയാണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ വാ മൂടിയിട്ട് സമയമായി നമുക്ക് പോയി റെഡിയാകാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും വലിച്ചു പിടിച്ചുകൊണ്ട് പോവുകയാണ്. കരണിനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.